എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലെ ജുമേരയിൽ തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് ഒരു കിട്ടിലം ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് അനുഭവിക്കുക തന്നെ വേണം. അത് മാത്രമല്ല അവിടെ ഇരുന്ന് തിന്നുന്ന രംഗങ്ങളൊക്കെ ഇവിടെ വലിയ രസമാണ് കേട്ടോ. ഇവിടെ ഓപ്പണായ ഒരുപാട് നല്ല സ്പേസ് ഉണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണ്. അറിയാലോ, ജുമേരയുടെ ഭാഗം അപ്പുറത്തൊക്കെയാണ്, ജുമേര ബീച്ചൊക്കെ അങ്ങോട്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു ഫ്ലേവർ ലാൻഡ് എന്ന് പറയുന്ന കിടിലം ഫുഡ് ഒന്ന് അനുഭവിച്ചിട്ട് തന്നെ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സാധനം വരട്ടെ. അറേബ്യൻ മാത്രമല്ല, ഒരുപാട് ഐറ്റംസ്, റഷ്യന്, അറബിക്ക്, ചൈനീസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ്, ഒരു മിക്സഡ് എന്താ പറയുക ബാർബിക്യൂ ആണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്ന് വരട്ടെ. എൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ് ഈ കുനാഫ. ഇതും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി തിന്നിട്ട് തന്നെ ബാക്കി കാര്യം. റൂമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു റഷ്യയുടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് വരുന്നുണ്ട് കേട്ടോ. റഷ്യയുടെ ഒരു സ്പെഷ്യൽ. ഓക്കെ, റഷ്യൻ്റെ ഒറിജിനൽ ഒരു ജ്യൂസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ഇൻസൈഡ്? Russian juice. What fruit? Strawberry, cherry, green apple, and red and green apple both. Okay. ഇതിങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്ന, തിളപ്പിച്ചിട്ട് പുഴുങ്ങിയിട്ട് അടിക്കണേ. പുഴുങ്ങിയ നീര് നല്ലൊരു ആശയം കേട്ടോ. നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അടിക്കൽ വെറുതെ മിക്സിയിലിട്ട് അടിക്കും. അതിന് പകരം നല്ല ഫ്രൂട്ട് എടുത്തിട്ട് തിളപ്പിക്കന്നെ അല്ലേ, വേവിക്കുക. അതിന്റെ സൂപ്പ്, അയ്യവ ജ്യൂസ് സൂപ്പ്. റഷ്യക്കാരുടെ ബുദ്ധി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി. അപ്പൊ നമ്മളെ തിളപ്പിച്ച റഷ്യൻ ജ്യൂസ് കുടിച്ച് നോക്കട്ടെ. ഇങ്ങനെ ഒരു തിളപ്പിച്ച നമ്മൾ മുന്തിരിയൊക്കെ SP എന്ന് പറഞ്ഞ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ തിളപ്പിച്ചതാണ്. പക്ഷെ മറ്റുള്ള ഫ്രൂട്ടും ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുക എന്നും എന്നിട്ട് തണുപ്പിച്ച് കുടിക്കുക എന്നുള്ളത് റഷ്യയിലെത്തിയപ്പോഴും അറിയണം. അല്ല, ദുബായിലെത്തിയപ്പോൾ റഷ്യൻ ജ്യൂസിൽ അറിയണം. നമ്മളെ മുന്തിരി SP ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ആണ് കത്തി കേറി കിടക്കണം. പക്ഷെ ഇതിൽ മുന്തിരി ഇല്ല. ഗ്രേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? സ്ട്രോബെറി ആണ്. അപ്പൊ ആ ഒരു തിളപ്പിച്ച് കുടിച്ച ടേസ്റ്റ് നമുക്ക് ഇത് നടക്കും. ഇത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. കിച്ചണിലൊന്ന് പോവാം. സാധാരണ കിച്ചണിലേക്കാർക്കും പെർമിറ്റ് ഇല്ല അറിയാം. ഇപ്പൊ ദുബായിൽ ഇങ്ങനെയൊക്കെ പെർമിറ്റ് ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും കിച്ചൺ ഓപ്പൺ ആണല്ലോ. റഷ്യൻ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഹോട്ടലിൽ ഇതൊക്കെ വിൽക്കാം, കാരണം ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ. ഇതെന്താണ്? ബീറോ റഷ്യന്റെ ഒക്കെ റഷ്യന്റെ ആണ്. റഷ്യയുടെ ഉണക്കമീൻ. ഇത് ചൈനയിലും മലേഷ്യയിലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പരിപാടി. പടച്ചാന് ഇതിന് പഞ്ചസാര കെട്ടല്ല ഉണക്കമീൻ. വിത്ത് ഷുഗർ ഓർ വിത്തൗട്ട് ഷുഗർ? സോൾട്ട്, ഓൺലി സോൾട്ട്. ഓഹോ, ഡ്രൈ ഫിഷ്. എന്താണ്? ചീസ്, ഇങ്ങനെ ഉപ്പിട്ട ചീസ്. ഇതൊക്കെ ഡ്രൈ ഫിഷ് വിത്ത് സോൾട്ട്. Also from Russia? Yes. Or you made from here? Yeah, no, Russia. From Russia, okay. അപ്പോൾ കിച്ചണിൽ ഭയങ്കര തിരക്കാണ് അല്ലേ? നമുക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. മാഷാ അല്ലാ. അവിടേക്ക് എത്തട്ടെ. എത്തുമ്പോൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടുന്ന് കാണാം. ഇതൊക്കെ എല്ലാവരും വലിയ തിരക്കിലാണ്. വിശാലമായ കിച്ചണല്ലേ ദുബായ് മൊത്തം. അങ്ങനെ ഹോട്ടൽ ചെറുതാണെങ്കിലും വലിയ കിച്ചണ് നിർബന്ധം തോന്നുന്നു. അങ്ങനെ അല്ലേ? അതെ 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 അതെ. ഇതിങ്ങനെ തന്നെ വരുന്നതാ ഇവിടെ ഉണ്ടാക്കുന്നത്? ഓക്കെ ഓക്കെ. റഷ്യൻ സമൂസ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേര് ഉസ്ബെക്കിസ്ഥാൻ. Tajikistan, Uzbekistan, Tajikistan, Russia. Abdullah, mashallah, mashallah. Salim from India. Salim from India. And, chef from
Same. You are from So, ish. Egypt? Ah. Oh, mashallah. Messer. Jeevan Our, from Nepal, our neighbor. Yeah, our chef, main Chef, main chef. Mashallah. ഇവിടെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെക്കും. ആവശ്യം ഉണ്ടാകുമ്പോഴേ ചുട്ടെടുക്കും അല്ലേ? അതെ അതെ അത് ഫ്രിഡ്ജിലാണ് ഉണ്ടാവുക. ഉണ്ടാക്കാം. ആ. നമ്മളെ പഴയ ദുബായിലെ എപ്പോഴും ഈ പഴയത് കാണാൻ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതിനാണ് ഇങ്ങനെ ഒരു ചിത്രം പലയിടത്തും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പഴയ ഓലപ്പുര വീട്, ഓടിട്ട വീട്, അമ്മി കല്ല്, കിണറ്, പിന്നെ അതുപോലെ കപ്പി, ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ ആക്കി ഇങ്ങനെ വെക്കണം. ആ അല്ല, ഞാനിത് കാണുമ്പോ അതാ ഓർമ്മ വരുന്നത് എനിക്ക്. അപ്പൊ നമ്മുടെ ബാർബിക്യൂ പിന്നെ മൾട്ടി ബാർബിക്യൂ, മുഷക്കൽ ബാർബിക്യൂ മാഷാ അല്ലാഹ് എത്തിയിട്ടുണ്ട്. വാവ്, ഇത് തിന്നിട്ട് പറ ബാക്കിയുള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടതുകൊണ്ട് കാര്യമില്ല, ഇതിന്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യാനാണ്. യാ ബ്രിങ്, വാട്ട് ഈസ് ദാറ്റ്? റൊട്ടി, hummus, garlic. Oh, mashallah. Arabic hummus. No Russian hummus? All Arabic hummus. Russian. Okay, mashallah. Okay. അപ്പോൾ നമ്മളിനി ഈ ഒരു മുച്ചക്കൽ അല്ലേ, മിക്സഡ് ബാർബിക്യൂ, ഇതെല്ലാം കൂടി ഇപ്പൊ ഞാൻ തിന്നില്ല. ഓരോ നമുക്കൊന്ന് എനിക്ക് അൻവർക്കായിരിക്കും. അപ്പൊ നമ്മുടെ ഈ റെസ്റ്റോറന്റിന്റെ മുതലാളിയായ അൻവർക്ക് എന്റെ കൂടെ ഉണ്ട്. സാധാരണ ഒരു റെസ്റ്റോറന്റിൽ അവരുണ്ടാക്കുന്ന ഫുഡ് അവർ കഴിക്കാറില്ല. ഇന്ന് നമ്മുടെ കൂടെ ഇരുന്നിട്ട് മുതലാളി ഭക്ഷണം കഴിക്കും. Chef, I'll tell you what I said now. This is the owner of this hotel. The gentleman never eat from his own hotel. So what I say, he will share with us. He will enjoy. Then all I can. Okay, mashallah. ആദ്യം നമ്മൾ ഈ കബാബ് ഉണ്ടോട്ടെ ടേസ്റ്റ് ചെയ്യണേ. ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഞാൻ റഷ്യൻ ഈ ഒരു കബാബ് അറബിക്ക് റഷ്യൻ തന്നെ കഴിച്ചിട്ടുണ്ട്. സെയിം ടേസ്റ്റ്, അല്ലാതെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാഷാ അല്ലാഹ്. ഇനി ഇതില ആടിന്റെ ചോപ്പ് വാരിയല്ലേ, അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി അടുത്തത് ഇത് ചിക്കൻ അല്ലേ, ചിക്കൻ കബാബ്. ഹായ്, നമ്മുടെ ക്യാമറമാൻ സൂപ്പർ ആട്ടോ. ക്യാമറമാൻ സത്യത്തിൽ ഇവിടുത്തെ ഷെഫാണ്, സോറി സപ്ലൈറാണല്ലേ, വെയിറ്ററാണ്. വെയിറ്ററാണ് ഇപ്പൊ ക്യാമറമാൻ. ഓനിപ്പോ എൻജോയ് ചെയ്യണം. ഞാൻ ഓരോന്ന് കഴിച്ചിട്ട് ഇതുപോലെ ഇട്ടോട്ടല്ലോ, എൻജോയ് ചെയ്തിട്ട് വേണം. ബാക്കിയുള്ള എന്തൊക്കെയത് വേറെ എന്തത് അത് പിന്നെ ചിക്കൻ വിങ്സ്. ചെറുക് ചെറുക് ഇവിടെ ഒന്നിരിക്കും. മലയാളിമാരൊക്കെ ഏട്ടനാണല്ലേ, അനിയനാണ് അനിവർക്കൻ്റെ കേട്ടോ. അതും ഓക്കെ. ഇനി എന്താണ് പുതുമണ്ണ് ഇപ്പൊ ഇതുകൊണ്ടോ പ്രിൻസ് മിക്സ് ഇതെന്താ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്ന, ഒരു കൈ സലാഡ് പിടിക്കുന്ന. മസാല വരി. ഇത് എന്റെ ഒരു വീക്ക്നെസ് ആണ്. എവിടെ പോലെ റഷ്യൻ സലാഡ് എവിടെ ഉണ്ടെങ്കിൽ ഞാൻ ജഡ്ജിലൊക്കെ ആകുമ്പോ എണ്ണ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ തുടങ്ങട്ടെ. ഇതുണ്ടല്ലോ സ്പൂൺ അല്ലേ, അത് ഈ റഷ്യൻ സലാഡ്. ഇതാണ് ഇവരുടെ മാസ്റ്റർ. ഈ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഇത് കുറെ ഇലകളൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ആവാം, സ്വല്പമൊക്കെ ആവാം. പിന്നെ ഇത് ക്യാരറ്റ് കൊണ്ട് മാത്രം ഉണ്ടാകും. ബീട്രൂട്ട് മിക്സാണ്, മിക്സ് ബീട്രൂട്ട് അതും പിന്നെ അതിൻ്റെ കൂടെ തയ്യാറും അതായത് കുക്കുമ്പറും പിന്നെ നമ്മളെ ഗ്രീൻ പീസും കളർ അല്ലേ. ഓരോന്നും ഓരോ ടേസ്റ്റ്. ഇത് ക്യാരറ്റ് അല്ല, ഇതൊക്കെ സിഗ്നേച്ചർ ഫുഡാണ്, നിങ്ങളുടെ മാസ്റ്റർ പീസാണ്. ശരിക്കും അതിൻ്റെ ഒറിജിനൽ
പിന്നെ എങ്ങനെ നമ്മൾ നാട്ടിൽ ചെയ്താലും ഇങ്ങനെ ആവില്ല. ഇത് ഈ നമ്മുടെ ഈ വെറും ഇത് മാത്രം ബീട്രൂട്ട് മാത്രം. ബീട്രൂട്ടിന്റെ കൂടെ നമ്മുടെ ഇതില്ലേ നട്ട്സ് ചീസ് അല്ലേ നട്ട്സ് നട്ട്സ് ഗ്രീൻ നട്ട്സ് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരണം. അപ്പൊ ഇതെന്തെല്ലാം ചിക്കൻ ഇനിയിപ്പോ നമ്മളെ ഉമ്മൂസാണ്. അതിന്റെ ഉമ്മൂസ് നമ്മുടെ ഒരു മാസ്റ്റർ പീസാണ്. ഒരു റൊട്ടിന്റെ പീസ് എടുത്താണ്. അപ്പൊ ഉമ്മൂസ് ഇതല്ലേ ഉമ്മൂസ്? ഇത് രണ്ടോ അല്ലേ? ഇതാണല്ലേ? ഇത് ഒലിവല്ലേ? ഇതിന് ഒലിവിന്റെ കായ് ഇതിന്റെ മേലെ എങ്ങനെ വെക്കില്ല? നാട്ടില് പല അറേബ്യൻ റെസ്റ്റോറൻറ്റിലും ഉമ്മൂസ് ഈ ടേസ്റ്റ് വരുന്നില്ല. എന്താ കാരണം? പ്രിപ്പറേഷൻ അല്ലേ? മിക്സിങ്ങിന്റെ ആണ് അല്ലേ? പിന്നെ അവിടെ റെഡിമെയ്ഡ് എന്തോ കുറച്ച് ആ എള്ളെണ്ണയൊക്കെ ഇതോ ഇതെന്താ? അത് അമ്മറാണ് ഉദ്ദേശിക്കുന്നത്. അമ്മറോ? അറബിക്ക് ഒരു ചെറിയ കഴിച്ചിട്ടില്ല. ചെറിയ കിഴങ്ങാണ്. പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് അറിയാം ഗാർലിക് പേസ്റ്റ് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു മൾട്ടി പിന്നെ ബാർബിക്യൂ തിന്നാളൊരു ഭാഗ്യം കിട്ടി. ചില പാർട്ടികളൊക്കെ നമ്മൾ ദുബായിൽ ദേരയിലൊക്കെ ഇതുപോലെ ഒരുപാട് പാർട്ടി വിടുമ്പോൾ അറേബ്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോവാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജുമേരയുടെ കടലിന്റെ ബീച്ചിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പാർക്കിന്റെ അടുത്ത് വിശാലമായി ഔട്ട്ഡോർ മറീന വാക്ക് അതൊക്കെ കണ്ട് ഇതിനകത്ത് വന്ന് ഇങ്ങനെ ഒരു മൾട്ടി ബാർബിക്യൂ ഒക്കെ തിന്നുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ. എന്താ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. മാഷാ അല്ലാഹ്. അപ്പൊ എന്തെങ്കിലും പാർട്ടിയുടെ ചെറിയ ചെറിയ ടേബിളൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ? സെറ്റ് ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തോടെ 10 ആൾക്ക് ഫാമിലി റൂമും എന്താണ് അത്? എന്താണ് ഇവരെ ഒരുപാട് മെനു ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാ ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടില്ല. മെനു ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ? ഇതൊരു സ്പെഷ്യൽ പിന്നെ പൂവാണ്. ഇത് കണ്ടപ്പോൾ ആദ്യം എന്താ ഈച്ചനെ ഓടിക്കുന്നതാണ്. ഈച്ചനൊക്കെ ഓടിക്കുന്നതാണ്. അത് ശരി. റഷ്യ എന്നല്ല പറയാ. ചൈന എന്ന് പറഞ്ഞ എന്താണ്? ചൈനക്ക് ചൈന എന്നല്ല പറയാ ചൈനക്കാര്. റുസിയ എന്ന് പറയൂ, റുസ്കി എന്ന് പറയും. ഇത് ഇതാണ് റഷ്യക്ക് റുഷ്യ. കൊള്ളാം. എല്ലാ ഐറ്റവും ഉണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഇതിനൊക്കെ ഓൺലൈൻ ആപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ആപ്പ് പിന്നെ അതുകൂടാതെ സൊമാറ്റോ മറ്റേ അപ്പൊ നമുക്ക് ഈ തന്ന സെറ്റാണിത്. ഈ കാണുന്നത് ഫ്ലേവർ ലാൻഡ് റെസ്റ്റോറന്റ്. അപ്പൊ വന്ന് എൻജോയ് ചെയ്ത് നോക്കുക. ഫാമിലി ആയിട്ട് വരിക. മലയാളികളുടെ അത് ശരി. കേരള ഫുഡും ഉണ്ട്. എല്ലാം ഉണ്ട്. മൾട്ടി കുഷൻ. എത്ര രാജ്യത്തുണ്ട്? നമ്മള് ചൈനീസ്, റഷ്യൻ, അറബിക്, ഇന്ത്യൻ, പിന്നെ മൾട്ടി ഉഷക്കല് എല്ലാം ഉണ്ടാവും. ഇതെന്താണ് ഇവരുടെ നിങ്ങളെ മെനുള്ളത്? അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാവ്യം കൂടെ അറബിക്കാവുണ്ട്. തുർക്കിഷ് കുനാഫ വരും. ഇതാ കുനാഫ ഉണ്ട് കേട്ടോ. ഇതൊരു കൈയിട്ടെ കുനാഫ വരുന്നുണ്ട്. ഒരു 1.5 കുനാഫയാണ്. ചീസ് കുനാഫ കൊണ്ട് കഴിച്ചോണ്ടല്ലോ പിന്നെ മുന്നിലുള്ളതൊന്നും കാണില്ല. അതുകൊണ്ട് അവസാനം കഴിക്കാം കുനാഫ. ഇപ്പൊ തൽക്കാലം കുനാഫ വേണ്ടതാണ് കഴിക്കാം. ഇനി ഇപ്പൊ പ്രേക്ഷകരൊക്കെ കൂടി ഇങ്ങനെ വായിൽ വെള്ളം ഊറി നിൽക്കുകയായിരിക്കും. ഏതായാലും നിങ്ങൾ എൻജോയ് ചെയ്യുക ഇതുപോലെയൊക്കെ. എന്നിട്ട് വരാന
Приятного аппетита. Sorry? Спасибо. Спасибо. No, I understand. Chinese. I'm sorry. Enjoy your food. Enjoy your food. Okay, okay. Приятного Приятного аппетита. аппетита. Yes. Приятного аппетита. Welcome Russian വെൽക്കം. restaurant. അപ്പോൾ നമ്മളെ കുനാഫ വരുന്നുണ്ട്. കുനാഫകൾ വരട്ടെ. മാഷാ അല്ലാഹ്. കുനാഫ യെസ്. ഇതിൽ മധുരം ആഡ് ചെയ്തിട്ടാണോ വരുന്നത്? മധുരം വെച്ചിട്ടുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിപ്പോൾ ചീസോ അല്ല എന്താണിത്? ഇത് ചീസാണ്. ചീസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കുനാഫ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുനാഫ ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? ഇങ്ങനെയല്ല, സത്യത്തിൽ ഇതിൻ്റെ പിസ്സ മുറിക്കണ പോലെ മുറിക്കണം എന്നാ പറയാ. ആ, അതായത് ഇങ്ങനെ കോർണറായിട്ട് നമ്മളിങ്ങനെ അത് കഴിച്ചിട്ട് നോക്കുക, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ ആ ചീസ് നല്ല ചീസാണ്. Хорошо? അടിപൊളി. Хорошо. Хорошо? Yes. Хорошо, super. Спасибо. Спасибо, മാഷാഅല്ലാഹ്. അതായത് ഹെവി ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. കട്ടൻ ചായ കുടിക്കും, അല്ലെങ്കിൽ ജിലേബി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ്. അതുപോലെ ഇവിടെ ഒരു കുനാഫ ആവട്ടെ, നാട്ടിലൊക്കെ ലഭ്യം കേട്ടോ. പലയിടത്തും കുനാഫ ഉണ്ട്. ഇവിടെ വരുമ്പോഴും കുനാഫ ഒറ്റക്കും കഴിക്കാൻ ഇവിടെ വരാം.